ഹേയ് ഗൈസ്, ഞാനൊരു കഥ ചെല്ലട്ടുമാ. നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇത് നമ്മളെ കണക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഇത് എൻ്റെ ആനിവേഴ്സറി ആണ്. അപ്പം എൻ്റെ വൈഫിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എൻ്റെ പെണ്ണന്മാർക്കും ഗിഫ്റ്റ് കൊടുക്കണം എന്നും പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനത്തെ കസ്റ്റമറായി എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടുന്നത്. അപ്പം എനിക്കിത് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. അതിപ്പോൾ ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ചെയ്യണമെന്നേനി എൻ്റെ മൈൻഡിൽ. ഞാനിപ്പോൾ അതിലൊരു കുത്തുബ് മിനാറ് പണിക്കുകയാണെങ്കിലേ ആക്കത് ബഡ്ജറ്റ് വിഷയമാണെങ്കിൽ അതും പ്രശ്നമാണ്. പണ ബഡ്ജറ്റ് അനുസരിച്ച് മിനിമലായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-3 സ്ഥലത്ത് പോവാണ്ടല്ലോ. ഗൂഗിൾ മാപ്പ് ഓണാക്കി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. ആദ്യം വൈഫിനടുത്ത്, വൈഫിൻ്റെതാണല്ലോ ആനിവേഴ്സറി. പിന്നെ വലിയ പെങ്ങ കൊടുത്ത്, പിന്നെ ചെറിയ പെങ്ങും കൊടുത്ത് തിരിച്ച് പെരയെത്തിയപ്പോൾ 1 മണിയായിന്. രാവിലെ 9:30 ഇറങ്ങിയതാണ്. കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമേ അല്ല. പല റിയാക്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സങ്ങനെ അറിയും. വൈഫിൻ്റെ റിയാക്ഷനൊക്കെ ഡ്രസ്സ് പെങ്ങന്മാരത് കാണാനായിരുന്നു. പക്ഷെ ആൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫേസ് ഒന്നും റിവീൽ ചെയ്യണ്ട, എൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരച്ചപ്പോൾ എനിക്കും തോന്നി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതില്ല. അങ്ങനെ ഞങ്ങൾ വലിയ ഞങ്ങളടുത്ത് പോയപ്പോൾ അവിടെ കണ്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ എൻ്റെ മോനെ കണ്ടപ്പോൾ അത് ആവശ്യമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി അവിടെ വിൽക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, ചോദിച്ച് തന്നു പോന്നു. പാക്ക് ചെയ്യാനോ ഉമ്മൻ്റെ കൊടുത്താനോ അത് കെയർ ചെയ്യാനോ ഒക്കെ തന്നെ മതി, വേറെ ഒരാളാവശ്യം. അങ്ങനെ അതിനും പിടിച്ച് വണ്ടിയമ്മ കെട്ടിയെങ്കിൽ നേരെ വിട്ട ചെറിയ പെങ്ങളെ വിട്ടുക. അതിൻ്റെ ഇടയിലൊന്ന് ചെറുതായിട്ട് പോയി ജ്യൂസ് കുടിച്ച് പ്ലസ് വെള്ളപ്പോൾ എന്തായാലും അതിനെ കുത്തി കുടിക്കട്ടെ എന്ന് വിചാരിച്ച്. അതിനിപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയാലും മക്കൾ വാങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെ അതും തേച്ച് നേരെ വിട്ടാൽ ചെറിയ പെങ്ങളെ വീട്ടിലെ സാധനം കൊടുത്ത് അവിടെ നിന്നാണ് എൻ്റെ മോളിൽ ഫ്ലവറും പറിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അവിടുന്ന് അത് പിച്ചി പോരുമ്പോൾ 3 ഉണ്ടായിനി. ആദ്യം ഒന്ന് പോയി, പിന്നെ അടുത്തതും പോയി, പിന്നെ മറ്റേതും പോയി. ഇപ്പോൾ ഫിനിഷായി. പിന്നെ ഇവിടെ തണ്ട് മാത്രം ഉണ്ടായിനി. അങ്ങനെ പോയപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലെത്തി ഏകദേശം. പിന്നെ വീട്ടിലെത്താനുള്ള തുറയിലേ വീഡിയോ എടുക്കാനും മറന്ന്. ഇതാണ് എൻ്റെ ഇപ്പോൾ ലാസ്റ്റത്തെ ക്ലിപ്പായിട്ട് വരുന്നത്. ഇതും കൂടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡെലിവറി കഥ. അങ്ങനെ ഈ വർക്കും കഴിഞ്ഞ് ഇനി അടുത്ത വർക്കിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കേടാ, കാണാം.